ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. വേറെ ഒന്നുകൊണ്ടല്ല, കോളേജ് ജോയിൻ ചെയ്യുന്ന തിരക്കും ഹോസ്റ്റലിൽ പോയ തിരക്കൊക്കെ ആയിട്ട് വീഡിയോ അപ്ലോഡ് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞ പോലെ ഈ അപ്ലോഡ് ചെയ്യുന്നത് ബ്രദറിൻ്റെ നിക്കാഹിൻ്റെ പർച്ചേസ് വ്ലോഗായിട്ടുള്ള അതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോസൊക്കെയാണ് ഈ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നിക്കാഹ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ദിവസത്തിൽ നിന്നായിരുന്നു. സത്യം പറഞ്ഞാൽ ബ്രദറിൻ്റെ വൈഫിൻ്റെ വീട്ടുകാർ തിരൂരുള്ള പേസ്റ്റലിലോട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും ജസ്റ്റ് ഇതേപോലെ സെലക്ട് ചെയ്യാനും ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അവരിവിടെ എത്തുന്നതിന് മുന്നേ ഞങ്ങൾ എത്തിയപ്പോൾ പരിപാടിക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇതേപോലെ സെലക്ട് ചെയ്ത് ഇങ്ങനെ ട്രയൽ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മ ഓരോന്ന് കൊടുന്ന് കാണിച്ചു തരും, ഞാനതെല്ലാം ഇട്ട് നോക്കും, കൂട്ടത്തിൽ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഈ ദിവസത്തിൽ നിന്നും ഒരു 10-20 ദിവസം വീണ്ടും നമ്മൾ പരിപാടിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ധൃതിപ്പെട്ട് എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും ട്രയൽ ചെയ്തിട്ട് നമുക്ക് അവസാനം ഇഷ്ടപ്പെടുന്നത് എടുക്കാമല്ലോ വിചാരിച്ചിട്ട് അവർ വരുന്നവരെ സമയമുണ്ടല്ലോ നോക്കി ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ എല്ലാം ഉമ്മ കാണിച്ചിരുന്നതെല്ലാം ഞാൻ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് സമയമായപ്പോഴത്തേക്കും അവരെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ തൽക്കാലം എൻ്റെ പട്ടിഷ അവിടെ നിർത്തി വെച്ചിട്ട് ബാബിയുടെ വീട്ടുകാർ അവർ വന്നപ്പോൾ അവരുള്ള ഡ്രസ്സിൻ്റെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ വീട്ടിൽ നിന്നുള്ള ഡ്രസ്സായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്, അവിടുത്തെ വീട്ടിലെ പരിപാടിക്കുള്ള ഡ്രസ്സാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓവർ തിരയാനൊന്നും നിൽക്കാതെ വന്ന് ഒരു 2-3 നോക്കിയപ്പോൾ തന്നെ ഇഷ്ടമായപ്പോൾ ഈ ഡ്രസ്സാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ബാബിയുടെ ഡ്രസ്സ് സെറ്റ് ആയപ്പോൾ പിന്നെ അധികം നേരം അവിടെ പേസ്റ്റലിലെ പർച്ചേസിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് തിരൂരിലെ സബ്ക ഹോട്ടലിൽ വന്നതായിരുന്നു. ഞങ്ങളെ ഫാമിലിയും അതുപോലെ തന്നെ ബാബിയുടെ ഫാമിലിയും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മളുടെ പരിപാടിയുടെ ഏകദേശം ഒരു മാസം മുൻപേ ഉള്ള വീഡിയോ ആണ്. കസിൻസിൻ്റെ തിരുവനന്തപുരത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് 1-2 ദിവസമൊക്കെ ആയതിൻ്റെ ശേഷമുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ സത്യം പറഞ്ഞാൽ നിക്കാഹിൻ്റെ പ്രിപ്പറേഷൻസ് ഈ ദിവസമാണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫുഡ് വരുന്നവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വന്ന് എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങി. സത്യം പറഞ്ഞാൽ നിക്കാഹിൻ്റെ പല പ്രിപ്പറേഷൻ ടൈമിലായിക്കോട്ടെ, ബാക്കിയുള്ള പർച്ചേസിൻ്റെ സമയത്തായിക്കോട്ടെ, വ്ളോഗ് എടുക്കുന്നത് മറന്നു പോകുന്നതുകൊണ്ട് കുറേ വിഷ്വൽസ് മിസ്സാവുന്നുണ്ട്. കാരണം വീഡിയോ എടുക്കാൻ മറന്നു പോകും. അങ്ങനെ എടുക്കാൻ ഓർമ്മയുള്ള സമയത്താണെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ പിന്നെ അന്ന് ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് അവർ തിരിച്ച് അവരുടെ വീട്ടിലോട്ടും പോയി. ഞങ്ങൾ പിന്നെ മഹർ നോക്കാൻ വേണ്ടിയിട്ട് ജ്വല്ലറിയിലേക്ക് പോകാണ്ടായിരുന്നു. ഒരു വെഡ്ഡിങ്ങിൻ്റെ നിക്കാഹിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പരിപാടിക്ക് ഇറങ്ങുന്നത് വരെ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ പല വീഡിയോസും ഉണ്ട്. ഞാൻ ഈ ദിവസത്തെ വീഡിയോ മാത്രമായിട്ടാണ് ഇന്നത്തെ പാർട്ട് 1 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഇനി ഒരുപാട് ദിവസത്തെ ബാക്കിയുള്ള ഡ്രസ്സ് എടുക്കലും ബാക്കിയുള്ള ഓർണമെൻറ്റ്സ് എടുക്കുന്നതിൻ്റെ ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. ഞാൻ ഈ ഒരു ദിവസം ഇറങ്ങിയിട്ടുള്ള ബാബിയുടെ ഡ്രസ്സ് എടുക്കലും ഫുഡ് കഴിക്കലും അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ മഹർ നോക്കാൻ പോകുന്നതിൻ്റെ ആയിട്ടുള്ള വിഷ്വൽസ് ആഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഉമ്മയും വന്നിട്ട് തേമ്പാട്ടിൽ ജ്വല്ലേഴ്സ് തിരൂരിൽ തേമ്പാട്ടിൽ വന്നിട്ട് മഹർ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നതായിരുന്നു. നോക്കാമെന്ന് പറഞ്ഞാൽ എടുക്കാൻ വേണ്ടി വന്നതല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഓർഡർ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്. കാരണം എൻ്റെ സിസ്റ്റർ കോളേജിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആളും ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മഹർ എടുക്കാൻ വേണ്ടി വന്നതല്ല. എന്തായാലും ഇവിടുന്ന് മുതലേ എല്ലാം പെട്ടെന്നാക്കുന്നല്ലോ, അപ്പോൾ ഓർഡറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മഹർ നോക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അങ്ങനെ ഒരുപാട് എൻ്റെ ഉമ്മക്ക് കാണുന്നതെല്ലാം ഇഷ്ടമാവുന്നുണ്ട്. പൊതുവേ സ്ത്രീകൾ ടെക്സ്റ്റൈൽസ് പോയാലും അതുപോലെ തന്നെ ജ്വല്ലറി പോയാലും കാണുന്നതെല്ലാം ഇഷ്ടമാവും, അവിടുന്ന് ഇറങ്ങാനും തോന്നില്ല എന്ന് പറയില്ല. അതേപോലെ തന്നെ ഉമ്മക്ക് കാണിച്ചു കൊടുക്കുന്ന ഒട്ടുമിക്ക ഉമ്മക്ക് ഇഷ്ടമാവുന്നുണ്ട്. അങ്ങനെ ഒരുപാടെണ്ണം നോക്കി വെക്കുന്നുണ്ടായിരുന്നു. നല്ല ആൻറ്റിക്കിൽ നല്ല നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള സിമ്പിൾ വെറൈറ്റി ബാംഗിൾസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉമ്മ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ ഞാൻ ഒരുപാട് ലെങ്തി ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ല. ഇനി ഞാൻ ചെറിയ ചെറിയ പാർട്ടായിട്ട് ഓരോ ദിവസത്തായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപാട് ലെങ്തി ആകുമ്പോൾ കണ്ടിരിക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇനിയും നമ്മളുടെ പ്രിപ്പറേഷൻ വീഡിയോസും അതുപോലെ ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ടൈം കിട്ടാത്തതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങൾ ഞാനെല്ലാം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.